അതുപോലെ മാഷെ നമ്മൾ ഈ ഐത്തം പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, അയാൾ ഏതൊരു പാർട്ടിയിലുള്ള ആളാണെന്ന് വിചാരിക്കാം, അയാളിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു നല്ലത് ചെയ്താൽ അത് നല്ലതെന്ന് പറയുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നല്ലത് ചെയ്താൽ നല്ലത് പറയുക, അത് പാടില്ല. കാരണം ആ പാർട്ടിക്കാരൻ അയാളെ ശരിയാക്കും. അങ്ങനെ ഒരു പ്രസിദ്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലുണ്ട്. അപ്പം ആരെ പറ്റി ഞങ്ങൾ പറഞ്ഞു? അല്ല, ഞാൻ ശശി തരൂരിനെയാണ് ഉദ്ദേശിച്ചത്. അതെ. അപ്പൊ അദ്ദേഹം പ്രധാനമന്ത്രി നല്ലത് ചെയ്തെന്ന് അയാൾക്ക് തോന്നി അയാൾക്ക് പറയാം. പക്ഷെ പലർക്കും അത് രസിക്കുന്നില്ല. അല്ലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. എന്താണ് ആ ഒരു മാറ്റം വരാത്തത്? അല്ല, എന്താ വെച്ചാല് ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിമത്ത് അനുഭവിക്കാന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നീതിബോധ. നിങ്ങളുടെ നീതിബോധത്തെയാണ് രാഷ്ട്രീയം എന്ന് പറയാ. ഇപ്പൊ നിങ്ങളുടെ പാർട്ടിക്കാരൻ തെറ്റ് ചെയ്താൽ തെറ്റാന്ന് പറയണം, നിങ്ങളുടെ പാർട്ടിക്കാരനല്ലാത്തവൻ ശരി ചെയ്താൽ ശരിയാന്ന് പറയണം. അപ്പൊ ഈ ശശി തരൂരിന്റെ കാര്യത്തിൽ ഏതൊക്കെ ഉദ്ദേശങ്ങൾ പറഞ്ഞിരിക്കാറില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് പിണറായി വിജയൻ, ഞാൻ CPM കാരനല്ല, അദ്ദേഹം ചെയ്തൊരു കാര്യം നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല കാര്യമെന്ന് പറയും, എനിക്കൊരു അംശമില്ല. അപ്പൊ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം, ഇവിടെ ആൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ എത്ര വട്ടം കണ്ടു സന്ദേശം എന്നുള്ള സിനിമ? 2-3 പ്രാവശ്യം കണ്ടു അല്ലേ? ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടു. പിന്നെ അതിന്റെ പല റീൽസ് ഞാൻ ആവർത്തിച്ച് കാണുന്ന ഒരു മഹത്തായ സിനിമ എന്നാണ് എന്റെ അഭിപ്രായം. ആ കാലഘട്ടത്തിൽ അത് പറഞ്ഞു. 40 കൊല്ലം മുമ്പാ, എന്റെ ഓർമ്മ ശരിയാണ്. അപ്പോ അത്രയും നല്ല സ്ക്രിപ്റ്റ് ശ്രീനിവാസൻ എന്റെ കണക്കിൽ വേറെ എഴുതിയിട്ടില്ല. അത്രയും നല്ല പടം സത്യൻ അന്തിക്കാട് വരെ സംവിധാനം ചെയ്തിട്ടില്ല. കാരണം എന്നും പ്രസക്തമാവുന്നതിനെ കല എന്ന് പറയാം, അത് മടുക്കൂല. ആ സിനിമയെ പറ്റി അതില് പരിഹസിച്ചിട്ടുള്ളത് ഒന്ന് CPM-നെയും ഒന്ന് കോൺഗ്രസിനെയാണ്. അതിൽ തല്ലുകൊള്ളുന്നത് കോൺഗ്രസ്സുകാരനാണ്, ജയറാമനാ തല്ലുകൊള്ളുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാര് അത് തമാശാക്കി എടുത്തു. അവർക്ക് ആ വകയിൽ ശ്രീനിവാസനോടോ സത്യനോടോ ഒന്നും ഒരു വിരോധമില്ല. മാർക്സിസ്റ്റുകാർ അതിനെതിരായിട്ട് പറഞ്ഞു നടന്നൊക്കെ അത് അരാഷ്ട്രീയമായ സിനിമ എന്നാണ്, അപൊളിറ്റിക്കൽ, അരാഷ്ട്രീയം. അതിലൊരു അരാഷ്ട്രീയതയില്ല. രാഷ്ട്രീയ പാർട്ടികൾ അരാഷ്ട്രീയമാവുന്നതിനെതിരായിട്ട് എടുത്ത സിനിമയത്. സത്യനന്ദിക്കാട് എന്താ പറയുന്നത്, ശ്രീനിവാസൻ എന്താ പറയുന്നത്, നിങ്ങൾ ശരിക്കും രാഷ്ട്രീയമാവൂ, നിങ്ങൾ പൊളിറ്റിസൈസ് ചെയ്യപ്പെടൂ. എന്താ പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ അരാഷ്ട്രീയമായ കാര്യങ്ങൾ ചെയ്യാണ്. അതാണ് പറഞ്ഞത്. മനസ്സിലായതേ ഇല്ല. അപ്പൊ ഈ പക്ഷപാതം ഏതുമാതിരി, ഇപ്പോ ഒരു ഇസ്ലാം മത വിശ്വാസി ഖുർആാനിൽ ഒരു തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ലോ? മനസ്സിലാവൂ? ഇല്ല. ഇപ്പൊ ഒരു ക്രിസ്തുമത വിശ്വാസി ബൈബിളിൽ തെറ്റുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവില്ല. അയാൾക്ക് പക്ഷെ ഖുർആാനിന്റെ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഗീതയിൽ തെറ്റെന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും. ഗീതയിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുമത വിശ്വാസിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഖുർആാനിലും ബൈബിളിൽ തെറ്റെന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും. പിന്നെ ബൈബിളിലെയും ഖുർആാനിലെയും തെറ്റ് മുസ്ലിമിന് വേഗം മനസ്സിലാവും, പക്ഷെ ഖുർആാനിലെ തെറ്റ് അയാൾക്ക് മനസ്സിലാവില്ല. ഇതേമാതിരിയാണ് കോൺഗ്രസ്സുകാരന്റെ ശരിയൊന്നും കമ്മ്യൂണിസ്റ്റുകാരന് മനസ്സിലാവില്ല, കമ്മ്യൂണിസ്റ്റുകാരന്റെ ശരിയൊന്നും കോൺഗ്രസ്സുകാരന് മനസ്സിലാവില്ല. ഇത് രാഷ്ട്രീയമൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് ഒരു തരത്തിൽ സ്വന്തമായി ആലോചന ഇല്ലാന്ന് ഈ പറയുന്നത്. സ്വന്തമായി ആലോചിച്ച് മനസ്സിലാക്കാൻ അത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. വലിയ പ്രശ്നമായ ഒരു കാര്യമാണ് സിൽവർ ലൈൻ കേരളയിൽ. അപ്പൊ ഞാൻ അതിനെ എതിർത്ത ഒരാളാണ്. അനേക ആളുകൾ, ഇപ്പൊ ഞാനും എന്റെ എതിർപ്പ് വലിയ കാര്യം ഞാനത് പറയാൻ വേണ്ടി ആമുഖത്തിനുണ്ട് പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് എതിർത്തത്? ഒന്നാമത്തെ കാര്യം, അനേകം കുടുംബങ്ങൾ ആ വകയിൽ കുടിയൊഴിപ്പിക്കപ്പെടും. അനേകായിരം ആളുകൾക്ക് വീടും നാടും ഇല്ലാതെയാവും. അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു സന്ദർഭത്തിലും കൃത്യമായ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ നടന്നിട്ടില്ല. വിമാനത്താവളം ഉണ്ടാക്കാൻ, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ, ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ഒക്കെ കുടിയൊഴിച്ചിട്ടുണ്ട്. പൈസ കൊടുത്തിട്ടുണ്ടാവും, തീരെ പൈസ കൊടുക്കാതെയല്ല, പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നത്. രണ്ട്, അതുണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നം അത് പഠിച്ചിട്ടില്ല, പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠിച്ചിട്ടില്ല. മൂന്ന്, ഇതിപ്പോ ഈ അളവിൽ ഇത്ര ലക്ഷം കോടിയൊക്കെ ചെലവാക്കിയിട്ട് ഉള്ള ഒരു അത്യാവശ്യം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിപ്പോ എന്റെ ഒരു അഭിപ്രായമാണ്, ഈ അഭിപ്രായമുള്ള പലരും ഉണ്ട്. ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഉണ്ടായത്, റെയിൽവേ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ വകുപ്പല്ല, ആണോ? അല്ല. അത് ആരുടെ വകുപ്പാണ്? കേന്ദ്ര ഗവൺമെന്റ് വകുപ്പാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അറിവോ അനുവാദമോ ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ അനുവാദം കിട്ടാതെയാണ് കേരളത്തിൽ ഈ പണി മുഴുവൻ എടുത്തത്. ആ മഞ്ഞക്കുറ്റി സ്ഥാപിക്കുന്ന വകയിൽ ഏതൊക്കെ ആളുകൾ തല്ലുകൊണ്ടു, ഏതൊക്കെ ആളുകൾ കേസിൽ പോയി, എവിടെയൊക്കെ സംഘർഷം ഉണ്ടായി, എവിടെയൊക്കെ ജയിലിൽ പോയി. ആ മഞ്ഞക്കുറ്റിയുടെ പറമ്പ് ഇപ്പോഴും വിൽക്കാനോ
പണയപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. പറ്റില്ല. ഏത് നിമിഷം ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഖണ്ഡിതമായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്കില്ല. അപ്പോഴേക്ക് ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ 51 കോടി രൂപ കേരള ഗവൺമെന്റ് ചെലവായി കഴിഞ്ഞു. 51 കോടി രൂപ, 51 കോടി 20 ലക്ഷം രൂപ ഞാൻ വായിച്ചത്. ഈ 51 കോടി 20 ലക്ഷം രൂപ ദൂർത്തടിച്ചതല്ലേ, അന്യായമല്ലേ, അക്രമമല്ലേ? ഇത് തെറ്റാണ് എന്ന് ഒരു CPM കാരന് മനസ്സിലാവൂല. ഇതാണ് രാഷ്ട്രീയമായ ആന്ധ്യം എന്ന് പറയുന്നത്. LDF കാരൻ മനസ്സിലാക്കി സമ്മതിക്കൂല, CPM കാരന് മനസ്സിലാകുന്നില്ല. അതിനെന്താ അത് നിങ്ങൾ കൂടി കുഴപ്പാക്കിയാന്ന് പറയും. ആദ്യത്തെ ചോദ്യം സഖാവേ, ഈ അനുവാദം കിട്ടാതെ ഇതിന് പുറപ്പെടേണ്ട ആവശ്യമുണ്ടോ? അനുവാദം കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട എന്താ? പരിസ്ഥിതിയാഘാത പഠനം നടത്തണം, വേണ്ടേ? അത് കഴിഞ്ഞിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ക്ലിയറൻസ് കിട്ടിയിട്ടല്ലേ നിങ്ങൾ മഞ്ഞക്കുറ്റി അടിക്കാൻ പോലും. എന്നിട്ട് കണ്ടവന്റെ വീട്ടിലൊക്കെ പറമ്പിലും അടുക്കളയിലും കയറി മഞ്ഞക്കുറ്റി അടിക്കുക. എന്നിട്ട് അതിന് പോലീസിന്റെ സംരക്ഷണം കൊടുക്കുക. അതിന് DYFI ഗുണ്ടകൾ തല്ലാൻ ചെല്ലുക, SFIക്കാരും. അങ്ങനെയുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. അപ്പൊ രാഷ്ട്രീയം മനസ്സിലായി. എന്താ ഈ പറയുന്നത് ആലോചിക്കണ്ടേ? രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കല്ല. നീതിക്ക് വേണ്ടി പ്രസംഗിക്കുക, പ്രവർത്തിക്കുക, അതിനു വേണ്ടി ആലോചിക്കുക, അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ള രാഷ്ട്രീയം എന്ന് പറയാം. മറ്റൊക്കെ നിങ്ങൾ ഓരോ ആവശ്യം നിന്നായിരിക്കും. അല്ല, നിങ്ങൾ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയി, അച്ഛൻ കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് ആയി, പാപ്പ ലീഗ് ആയതുകൊണ്ട് നിങ്ങൾ ലീഗായി, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഓരോ ആവശ്യം ഉണ്ടാവും, പഞ്ചായത്തിൽ മെമ്പർ ആവണം, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ കൊണ്ട് നിങ്ങൾക്ക് വല്ല കാര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കേസ് ഉണ്ടാവുമ്പോൾ പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറയാൻ സഖാവ് വേണം. എല്ലാവരും ഒരു സഖാവിനെ മാത്രമല്ല, എല്ലാവരും. പിന്നെ അഴിമതി, ധൂർത്ത് എല്ലാം. അതുപോലെ മാഷെ, എനിക്ക് വളരെ വിഷമം തോന്നിയൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഗവൺമെൻറ്, കേരളമായാലും കേന്ദ്രമായാലും കൊടുക്കുന്ന ഒരു ബഹുമതി, അതിന് എന്തൊക്കെ പറഞ്ഞാലും അതിന് വിലയുണ്ട്. അത് ഔദ്യോഗികമായി കൊടുക്കുന്ന. അപ്പം ചില ക്രിമിനലുകൾക്കൊക്കെ, ക്രിമിനൽ കേസുകളുള്ളവർക്കൊക്കെ അത് കൊടുക്കാൻ പാടുമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുത്തായിരിക്കാം. വെള്ളാപ്പള്ളി നടേശൻ അനവധി കേസുകളിൽ പ്രതിയാണ്. മാത്രമല്ല, അദ്ദേഹം എടുക്കുന്ന പണി മുഴുവൻ സാമൂഹ്യ വിരുദ്ധമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ BJPക്ക് വേണ്ടി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തെറി വരുന്ന പണി അദ്ദേഹം ചെയ്യുന്നത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അകറ്റുക, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനും തമ്മിൽ അകറ്റുക. അതുകൊണ്ടൊക്കെ ആവശ്യമുള്ള BJPക്കാണ്. അദ്ദേഹം വെറുതെ എടുക്കുന്ന പണിയല്ല. അദ്ദേഹം രൂപം കൊടുത്ത പാർട്ടി BDJS, അതിന്റെ നേതാവ് ആരാണ്? അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ആ തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ നേതാവായിരിക്കാം. കേന്ദ്രം ഭരിക്കുന്ന NDAയിൽ ഘടകകക്ഷിയാണ് BDJS. അപ്പൊ അദ്ദേഹം BJPയുടെ ഏജന്റാന്ന് ഉറപ്പല്ലേ? അദ്ദേഹം BJPയുടെയും CPM ഇടയ്ക്കുള്ള ഒരു പാലമാണ്. അപ്പൊ അദ്ദേഹം ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അതൊരു കേട്ടിട്ടില്ല. ഒരാളെ പറ്റി അദ്ദേഹം നല്ല വാക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ പഴയൊരു കഥ, ഇപ്പൊ രാഷ്ട്രീയമൊക്കെ പോട്ടെ. 2015 കോഴിക്കോട്ട് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാവും, നൗഷാദ് എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോറിക്ഷക്കാരൻ വീണ ആൾനൂഴിയിൽ വീണ് 2 അതിൽ തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മരിച്ചുപോയി. ആരെ രക്ഷിക്കാനാ പോയെന്ന് ആർക്കറിയില്ല, അവരുടെ പേരറിയില്ല, ജാതി മതം അറിയില്ല, അവരുടെ ഒന്നും അറിയില്ല. ജീവകാരുണ്യ പ്രവർത്തനം നടത്തി മരിച്ചുപോയി. അന്ന് മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം നൗഷാദിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം അനുവദിച്ചു. അതൊക്കെ ഈ നാട്ടിൽ പതിവുള്ളതാണ്. അത് റിപ്പോർട്ട് വന്ന ഉടനെ വെള്ളാപ്പള്ളി എന്താ പറയുന്നറിയോ? അത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്താന്ന്. അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പിണറായി വിജയൻ. അദ്ദേഹം അതിന് പ്രതികരിച്ചത് കേരള തൊഗാഡിയാണ് വെള്ളാപ്പള്ളി എന്നാ. അതേ വെള്ളാപ്പള്ളിയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കാറിൽ കയറി നടക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. ആ സംഘടിപ്പിച്ചതിന് 7 കോടി ചെലവായി എന്നാണ് ഇപ്പോഴത്തെ പത്രത്തിൽ. 7 കോടി. അത് തന്നെ എത്രയോ എണ്ണം അഴിമതിയാണ്. കാരണം പാട്ട് പാടാത്ത ആൾക്ക് പാട്ട് പാടിയതിന് ബില്ല് കൊടുത്തു എന്ന് കള്ള ബില്ല്. സംഭവം നടന്നിട്ടില്ല. 3000 ആള് ഭക്ഷണം കഴിച്ചു എന്നുള്ളത് 500 ആളെ ഭക്ഷണം കഴിച്ചുള്ളൂ. വാർത്തകൾ പത്രത്തിൽ മനോരമയിലും അവരൊക്കെ വരുന്ന ഞാൻ പറഞ്ഞത് മുഴുവൻ തൊട്ടത് മുഴുവൻ അഴിമതി. ഇപ്പൊ കേരളയിൽ വന്നിരുന്നെങ്കിൽ എത്ര കോടിയുടെ അഴിമതി നടക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ഒരു അയ്യപ്പ സംഗമത്തിൽ ഇത്ര അഴിമതി ഉണ്ടെങ്കിൽ ഒരു 7 കോടിയിൽ 3-4 കോടി അഴിമതിയാ, പകുതിയിലധികം അഴിമതിയാ, തൊട്ട അഴിമതിയാ. അപ്പൊ നമ്മളതിനെ എതിർക്കല്ല എന്താ ചെയ്യുന്നത്? ഇപ്പം പണ്ട് കേരളത്തിലെ സാഹിത്യകാരന്മാർ തകഴി, MT ബഷീർ, ഇങ്ങനെ ഒരുപാട് പേരുടെ പേര് എടുത്തു പറയാൻ പറ്റിയിരുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ എത്രയോ എഴുത്തുകാരിപ്പുണ്ട്, സാധ്യതയുണ്ട്. പണ്ടൊക്കെ നമ്മളൊരു കഥ പ്രസിദ്ധീകരിച്ചാൽ വല്ലാത്തൊരു സന്തോഷം, അത് ആഘോഷിക്കുകയാണ്. ഇപ്പം അതൊരു പ്രശ്നമില്ലാതെ മാറി. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു എഴുത്തുകാരൻ അല്ലെ എഴുത്തുകാരി
മാധവിക്കുട്ടി ആവാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മാധവിക്കുട്ടി തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണത് ആ ഒരു മാറ്റം അതുപോലെ ഒന്നും ഉണ്ടാവാത്തത്? ഇതിന് ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ പേരുകാരൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ദേശീയ പ്രസ്ഥാന കാലത്തുള്ള ആൾക്കാരാണ്. ഒരു വലിയ വലിയ മൂവ്മെന്റ് ഉണ്ടെന്ന് ഇന്ത്യയിൽ. ഇപ്പോൾ നിങ്ങൾ പറയുന്ന കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ എന്നൊക്കെ പറയുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒക്കെ കാലത്താണ്. ജാതിക്കെതിരായിട്ട് നാരായണഗുരുവിന്റെ പ്രസ്ഥാനം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വീട്ടി പഠിത്തപ്പാടിന്റെ പ്രസ്ഥാനം, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനം മുഹമ്മദ് അബ്ദുറഹ്മാന്റെ KP കേശവന്റെ ഒക്കെ നേതൃത്വത്തിൽ അതിന്റെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അത് കഴിഞ്ഞിട്ട് അല്ല, അതിന്റെ കൂടെ തന്നെ ജന്മിത്വത്തിനെതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃഷ്ണപിള്ള, AKG ഒക്കെ നടത്തുന്ന സമരം, അതിന്റെ കൂടെ നിൽക്കുന്ന എഴുത്തുകാർ ഇപ്പോൾ ചെറുകാട്, അല്ലെങ്കിൽ ഒരുപടി എടശ്ശേരി ഗോവിന്ദനായർ. അപ്പോ ജനാധിപത്യം വരുന്നു, രാജാധിപത്യം ഇല്ലാതെയാവുന്നു, കോളനി വാഴ്ച ഇല്ലാതെയാവുന്നു. അതൊക്കെ 56 ഐക്യകേരളം വന്ന് 51 EMS മിനിസ്റ്റർ വരുന്നതോടുകൂടി അത് മുഴുവൻ ഗ്രാഫ് താഴുകയാണ്. ഇപ്പോ ജന്മികുടിയാൻ വ്യവസ്ഥ അവസാനിച്ചു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് വാഴക്കുലമായിട്ടുള്ള ഒരു കവിത ഉണ്ടാവില്ല, കൂട്ടുകൃഷിമായിട്ട് ഒരു നാടകം ഉണ്ടാവില്ല. ഓ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയമാതിരി തോപ്പിൽ പാസിന്റെ നാടകം ഉണ്ടാവില്ല. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളൊരു നാടകം 100 കൊല്ലം കഴിഞ്ഞു. 1929 അവതരിപ്പിക്കുന്നത്, 30 അവസ്ഥയായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒറ്റവാക്ക് പറഞ്ഞാല് വലിയ പ്രസ്ഥാനങ്ങളില്ല, അനുഭവങ്ങളുമില്ല. ആ വലിയ അപ്പോഴും അനുഭവം ഉണ്ടാവുക. അതായത് നിങ്ങൾ ജയിലിൽ പോകുന്നു, അല്ലെങ്കിൽ ഒളിവിൽ പോകുന്നു. ഇപ്പോ ബഷീർ അനുഭവം ജയിലിൽ കിടക്കുന്നു. NN പിള്ള നേതാജി ബോസിന്റെ കൂടെ പോയിട്ട് യുദ്ധം ചെയ്യുന്നു. INA മേജറാണ് NN പിള്ള. P ഭാസ്കരൻ കുട്ടിക്കാലത്ത് 18ാമത്തെ വയസ്സിന്റെ ഒളിവിൽ പോകും. കേശവദേവ് അതേ അവിടുത്തെ ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെയും ചൈരി തൊഴിലാളികളൊക്കെ സംഘടിപ്പിക്കുന്നതിന്റെ വലിയ നായകനാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊന്നുമില്ല. ഇപ്പം തൊഴിലാളിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലാണ് തകഴി ശങ്കരപിള്ള. അപ്പൊ ബഷീർ രാഷ്ട്രീയ പ്രവർത്തകനാണ്, എത്ര വട്ടം ജയിലിൽ പോയി. അപ്പൊ ഇതൊന്നും ഇല്ല. ഇപ്പം പിന്നീട് ഉണ്ടാകുന്ന അനുഭവം എന്താ? അപ്പം വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടാണ് T പത്മനാഭൻ 15 ദിവസം റിമാൻഡിൽ കിടന്നത്. വിമോചന സമരം ഒരു പിന്തിരിപ്പൻ സമരമാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അത്തരം വലിയ പ്രസ്ഥാനങ്ങളില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ട് എഴുത്തുകാരുണ്ടാവണോ, എഴുത്തുകാർ പ്രസ്ഥാനം ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കാം. അങ്ങനെയുണ്ട് ചോദ്യം. ഇപ്പൊ റൂസോവിന്റെ എഴുത്തുകൊണ്ടാണ് ഫ്രജുപ്പിള ഉണ്ടായെന്ന് പറയാം. ഗീതാഞ്ജലി എഴുതുന്ന ടാഗോറിന്റെ എഴുത്തുകൊണ്ട് ഇവിടുത്തെ ദേശീയത വളരെ പ്രബുദ്ധമായി തീരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം മുഹമ്മദ് ഇക്ബാലിന്റെ സാരേ ജഹാൻ സെ അച്ഛ, ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര എന്നുള്ള പാട്ട് വരുമ്പോ ദേശീയ പ്രസ്ഥാനം ഉയരുന്നു. അല്ലെങ്കിൽ ഇപ്പോ വള്ളത്തോള് പോരാ പോരാ നാളിൽ നാളിൽ ദുരാ ദുരാമുയരട്ടെ ഭാരതഷ്മാദേവിയുടെ തൃപ്പതാകകൾ എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇതൊക്കെ വള്ളത്തോളാ. അതിലിപ്പോ അല്ലേ അംശാനാളുടെ വരിക വരിക സഹചര് സഹന സമര സമയമായി കാൽ നടക്കു പോകണം. ഇത് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കാലത്തെ പാട്ടാണ് ഞാൻ പറഞ്ഞത്. അംശീനാനുള്ള അതൊക്കെ കഴിഞ്ഞു. അപ്പോ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി അല്ലെങ്കിൽ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്ര വലിയ സമരങ്ങളുണ്ടപ്പോ ഒന്നുമില്ല. ഇപ്പൊ എന്താ സമരം? ഇപ്പൊ നിങ്ങൾക്ക് അവാർഡ് കിട്ടുമോ, നിങ്ങൾ അക്കാദമി മെമ്പർ ആവോ, നിങ്ങളുടെ ജാതിക്കാരൻ അവിടെ മന്ത്രിയാവുന്നുണ്ടോ, നിങ്ങളിവിടെ വൈസ് ചാൻസലർ. അപ്പൊ ജനാധിപത്യത്തിന്റെ കാലത്ത് അനവധി കാര്യങ്ങൾ ഇങ്ങനെ തളർന്നുപോയി. തളർച്ചയാണ്. അപ്പൊ അല്ല, അതിൽ എഴുത്തുകാരുണ്ടാവാം. ഇപ്പൊ ഇതിനിടയ്ക്ക് ഇതിലൊന്നും ഇല്ലാത്ത ആളാ മാധവിക്കുട്ടി. അവര് 33 ജനിച്ചതെന്ന് എന്റെ ഓർമ്മ. അപ്പൊ MT-യിലൊന്നും പങ്കെടുത്ത ആളല്ല. അടുത്ത തലമുറയാ, ബഷീറിന്റെ അടുത്ത തലമുറയാ. ബഷീർ 1908 MT 1933. അപ്പോ ഇനി ഉണ്ടാവാം, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ആനന്ദ് എന്നൊരു എഴുത്തുകാരനുണ്ട്. അപ്പൊ വളരെ സാധാരണക്കാർക്ക് രസിക്കുന്ന ഒരാളല്ല ആനന്ദ്. അങ്ങനെ എഴുത്തുകാരുണ്ട്. പിന്നെ ഇതിന് എനിക്കൊരു മറുപടി പറയാനെന്ന് വെച്ചാല്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ഗീതയില് ഭഗവാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എല്ലാം ചെയ്യുന്നത് കാലമാണെന്ന് പറയും. സർവം കാലകൃതം മന്യേ. ഭയങ്കര വാചകാത്. സർവം കാലകൃതം മന്യേ. എല്ലാം കാലമാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ ബഷീർ ആവുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ഒരാൾ ടാഗോർ ആവുന്നത്,
അല്ലെ എന്തുകൊണ്ട് ഒരാൾ മാധവിക്കുട്ടി ആവുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പോ വലിയ 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 ഫുട്ബോളർമാരുണ്ടാവുന്നുണ്ട്, അല്ലെ വലിയ പാട്ടുകാരുണ്ടാവുന്നുണ്ട്, അല്ലെ വലിയ സിനിമക്കാരുണ്ടാവുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോ നമ്മളിപ്പോ സാഹിത്യം മാത്രമല്ലല്ലോ കല, സാഹിത്യം മാത്രമല്ല. ഇപ്പൊ ഈ ചിലപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇപ്പൊ സത്യൻ അന്തിക്കാട് എന്നുള്ള സംവിധായകൻ വലിയൊരു സംവിധായകൻ വിചാരിക്കുന്ന ആളെ അല്ലെങ്കിൽ ശ്രീനിവാസ് എന്നുള്ള നടൻ, അദ്ദേഹം നടൻ എന്നുള്ളത് മാത്രമല്ല നല്ല നടനുമാണ്, നല്ല തിരക്കഥാകൃത്തുമാണ്. അതിലിപ്പോ മമ്മൂട്ടി നല്ല നടനാണ് എന്റെ അഭിപ്രായം, അല്ലെ മോഹൻലാൽ നല്ല നടനാണ് എനിക്ക് അഭിപ്രായം. പിന്നെ തിലകൻ അല്ലെങ്കിൽ ജഗതി അല്ലെങ്കിൽ നെടുമുടി വേണു, അവരൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ജഗതിയൊക്കെ അസാധ്യ നടനാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭരത് ഗോപി. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ അന്നും ഉണ്ട്, അന്ന് സത്യൻ വലിയ നടനാന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഇന്നിപ്പോ നാടകം അങ്ങനെ ഒരു സംഗതി അല്ല. ഇപ്പൊ KT മുഹമ്മദിന്റെ മാതിരിയുള്ള ഒരു നാടകകൃത്ത് സംവിധായകൻ, അല്ലെങ്കിൽ തോപ്പിൽ ഭാസിയുടെ മാതിരിയുള്ള ഒരു നാടകകൃത്ത് സംവിധായകൻ ഉണ്ടോ? അല്ലെങ്കിൽ NN പിള്ളയുടെ മാതിരി ഒരാൾ ആരുമില്ല. കാരണം ഇപ്പൊ സീരിയലായി, കാലം മാറി. സർവം കാലകൃതം തന്നെ ഭഗവാനാ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം കാലമാണ്. അപ്പൊ ഇന്നിപ്പോ വലിയ കലാരൂപം എന്താണ്? സാഹിത്യം ആരും വിചാരിക്കില്ല. ഇന്നിപ്പോ അത് ചിലപ്പോ സിനിമ ആയിരിക്കാം, സംഗീതമായിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിലെ ഒരു പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ ഫുട്ബോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് ആയിരിക്കാം. പണ്ടിപ്പോ ക്രിക്കറ്റ് ഇല്ലല്ലോ. ഇന്നിപ്പോ എന്താ ഫുട്ബോളർ ഇപ്പൊ മറഡോണ എന്നുള്ള, അല്ലെങ്കിൽ മെസ്സി, വലിയൊരു ഐക്കണല്ലേ, വലിയ ഐക്കണല്ലേ. ഇപ്പൊ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഐക്കൺ എന്ന് പറഞ്ഞാൽ പെലെയാണ്, അദ്ദേഹം മരിച്ചുപോയി. അപ്പോ പക്ഷെ പെലെയൊക്കെ ഞങ്ങൾ ദൂരത്തുനിന്ന് കാണുകയും പത്രത്തിൽ വായിക്കുകയും ചെയ്യും. ഇതിപ്പോ മറഡോണ കണ്ണൂര് വരും കേട്ടോ, കാലം മാറി. അപ്പൊ ഇവിടെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാല്, മാനന്തവാടിയിൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഏത് ടീമിന്റെ ഫാനാന്ന് എനിക്കല്ല, അദ്ദേഹത്തിന്റെ ടീമിന്റെ എതിർ ടീം സെമി ഫൈനലിൽ ജയിച്ചപ്പോ അയാൾ ഇവിടെ കയറി തൂങ്ങി മരിച്ചു. ഏത് അളവിൽ അതൊക്കെ ആളുകളുടെ തലയിൽ കയറുന്നത്, രക്തത്തിലേക്ക് ഞരമ്പിലേക്ക് കയറുകയാണ്. അപ്പോ ഇത് മാറിപ്പോ സാഹിത്യത്തിന് വലിയ പ്രാധാന്യം ഉണ്ടപ്പോ ഞാൻ തമാശ പറയല്ല. MT അല്ലെങ്കിൽ സുഗതകുമാരി അല്ലെ ONV, ഇവർക്കൊക്കെ വലിയ സ്ഥാനം കിട്ടിയ അങ്ങനെ സാഹിത്യം കൊണ്ട് മാത്രമല്ല. ONV ഈ സിനിമയിലുണ്ട്, നാടകത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, അധ്യാപനത്തിലുണ്ട്. സുഗതകുമാരി ടീച്ചറോ അവർ കവിതയിൽ മാത്രമല്ല, അവർ സ്ത്രീവാദ പ്രവർത്തനത്തിലുണ്ട്, പരിസ്ഥിതി പ്രവർത്തനത്തിലുണ്ട്. MT സാഹിത്യകാരൻ മാത്രമല്ല, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, പത്രപ്രവർത്തകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, ബിസിനസ്സുകാരനാണ്. അപ്പൊ ഇപ്പോ ആലോചിച്ചോക്ക് ഇവര് മൂന്നാളും മരിച്ചുപോയി. ഇനിയിപ്പോ ആ ലെവലുള്ള ഒരു എഴുത്തുകാരന്റെ പേര് പറയുന്നത് മലയാളത്തിൽ പറയാൻ പറ്റില്ല. ഈ കുറച്ച് പേര്, ആ മുകുന്ദൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ആ ലെവലിലേക്ക് വരില്ലല്ലോ. ഇല്ല, ഒരിക്കലും. ഒന്നും നല്ല എഴുത്തുകാരനാണ്, ഞാൻ അതല്ല പറഞ്ഞത്. MTയുടെ ലെവലില് ആർക്കും ഏത് നാട്ടുകാരനും അറിയാം. എന്താ കാരണം? 3 സിനിമയിലില്ല, തീർന്നല്ലോ. സിനിമയിലുണ്ടെങ്കിൽ വളരെ പോപ്പുലർ ആവും പെട്ടെന്ന്. MT തിരക്കഥാകൃത്തുമാണ്, സംവിധായകനുമാണ്. MTയുടെ തിരക്കഥ ഉള്ളതുകൊണ്ട് മാത്രം സിനിമയ്ക്ക് വന്ന് ലക്ഷക്കണക്കിന് ആളുണ്ടായിരുന്നു അവിടെ, പോലെ ലക്ഷക്കണക്കിന്. ഇവൻ നമ്മളൊക്കെ അന്ന് പോയത് ഞാൻ പറയാ, നമ്മള് മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് അത് കാലമാണ് തീരുമാനിക്കുക, അതിന് യുക്തിയില്ല. ഇനി മറ്റൊന്നായി വരും എന്ന് അല്ല. അതായത് ഇപ്പോ ഇവിടെ ഇപ്പോ വർഗീയത ഇങ്ങനെ മൂത്തു വരുന്നു ആണല്ലോ. ഈ വർഗീയതക്കെതിരായിട്ട് ഏതെങ്കിലും നായകൻ ഉയർന്നു വരിക, ഒരു പ്രസ്ഥാനം ഉണ്ടായി വരിക. ഇപ്പൊ വളരെ പ്രതീക്ഷ വളർത്തിയ കുറച്ചു കാലത്തേക്ക് പ്രതീക്ഷ വളർത്തിയൊരു പ്രസ്ഥാനത്തെ നായകനായിരുന്നു ഇയാള്. ഡൽഹിയിലെ പ്രസിഡന്റായി, മറ്റേ ആം ആദ്മിയുടെ നേതാവായിരുന്ന ആളുടെ പേര് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ. ഞാൻ ഉദാഹരണം പറയാം. പെട്ടെന്നൊരു അത് നിലനിന്നിരുന്നെങ്കിലോ, അത് പോയി. അദ്ദേഹം നേരത്തെ പറഞ്ഞ പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആവാതെ ഒരാളെ മുഖ്യമന്ത്രിയാക്കി അദ്ദേഹം ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് എന്തായിരുന്നു സ്ഥിതി? അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായിട്ട് വളരുന്നത്. കാരണം അവിടെ അദ്ദേഹം അവിടെ 10 കൊല്ലം പരിവർത്തനം പ്രവർത്തിച്ചിട്ട് കെജ്രിവാളിന് മെഗ്സാസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേ അവിടെ സമരം നടത്തിയല്ലോ, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന അണ്ണാ ഹസാരെ. അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ വന്ന ആ സാധനം ഒരു പതിവില്ലാത്തൊരു, ഇപ്പൊ ഞാൻ ഡൽഹിയിലുണ്ട് ആ സമയത്ത്, ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയോ ചെയ്താ. അന്ന് അവിടെ ഡൽഹി പത്രങ്ങളിൽ നിന്ന് വാർത്ത വരും, പാകിസ്ഥാൻ ആം ആദ്മി ഉണ്ടായിരുന്ന, പാകിസ്ഥാൻ ആം ആദ്മി ഇതിന്ന് പ്രചോദനം ഉണ്ടായിട്ട്. അപ്പൊ പെട്ടെന്നൊരു പ്രതീക്ഷ ഉണ്ടാക്കി. പിന്നെ സാധാരണ കാരണം അധികാരം കിട്ടിയപ്പോ കഴിഞ്ഞു. അപ്പൊ അത് ഇപ്പോ സാഹിത്യത്തിലോ രാഷ്ട്രീയത്തിലോ സാമൂഹ്യ രംഗത്തോ
മതരംഗത്തോ സിനിമാ രംഗത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു മൂവ്മെന്റ് വരട്ടെ എന്നല്ലാതെ നമുക്കിതിങ്ങനെ കണക്കാക്കാൻ കഴിയില്ല. അത് ഇപ്പോ ധാരാളം 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോപ്പി വിൽക്കുന്ന എഴുത്തുകാരിപ്പോഴുണ്ട്. ഞാൻ അവരെ പറ്റിയല്ല പറഞ്ഞത്. ഇത് ഈ എഴുത്തിന്റെ പുസ്തകം വിൽക്കുന്നത് മാത്രമല്ല. ഇപ്പോ കുമാരനാശാൻ എന്ന് പറഞ്ഞ ആരാ? അദ്ദേഹം നാരായണഗുരുവിന്റെ അടുത്ത ശിഷ്യനാണ്. SNDPയുടെ സ്ഥാപക സെക്രട്ടറിയാണ് 16 കൊല്ലം. ശ്രീമൂല സഭയിൽ മെമ്പറാണ്. വിവേകത്തിന്റെ പത്രാധിപരാണ് 16 കൊല്ലം. പിന്നെ ശാരദ ബുക്ക് ഡിപ്പോ എന്നൊരു പബ്ലിക്കേഷൻ നടത്തുന്നുണ്ട്. പിന്നെ വലിയ എഴുത്തുകാരനുമാണ്, പരിഭാഷക്കാരനാണ്, പലതുമാണ്. കണ്ടോ, നിറഞ്ഞ വ്യക്തിത്വം. വള്ളത്തോൾ, ഗാന്ധിക്ക് നെഹ്റുവിന് അറിയുന്ന ഒരാളാ വള്ളത്തോൾ. മനസ്സിലാവുണ്ടോ? അദ്ദേഹം കലാമണ്ഡലം ഉണ്ടാക്കുന്നു, അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നു, അദ്ദേഹം കൃതികൾ, വള്ളത്തോൾ ഗ്രന്ഥാലയം പുസ്തകങ്ങൾ അച്ചടിക്കുന്നു, ഇന്ത്യയുടെ പല ഭാഗത്തും ലോകത്തിന്റെ പല ഭാഗത്തും യാത്ര ചെയ്യുന്നു. ഉള്ളൂര് ആരാത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറിയാണ്, മഹാപണ്ഡിതൻ, തമിഴിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും പണ്ഡിതൻ. അനവധി കാര്യങ്ങൾ ചെയ്യുന്നപ്പോ ഉദാഹരണം പറഞ്ഞാൽ ക്ഷേത്രപരിശോധന ടെക്സ്റ്റ് എഴുതിയ അദ്ദേഹമാണ്. അങ്ങനെയൊക്കെയുള്ള അന്ന് വലിയ ആളുകളാണ് ഇതൊക്കെ. എല്ലാ നിലയ്ക്കും സാമൂഹ്യമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി ഒക്കെ പാണ്ഡിത്യം കൊണ്ട് പാമരല പാണ്ഡിത്യം അവിടെയുണ്ട്. അപ്പോ ഇത് നമ്മുടെ കാലം, നിങ്ങളെന്നോട് ക്ഷമിക്കണം, വളരെ കെട്ട കാലമാണിത്. എല്ലാം ഈ ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഒരു നോവലുണ്ട്, ലില്ലിപുട്ട്, ഗള്ളീവറിൻ ലില്ലിപുട്ടാണ് ഇപ്പോ. ലില്ലിപുട്ടിയന്മാരാണ്. 6 ഇഞ്ച് ഉയരമുള്ള മനുഷ്യരാണ് നമ്മൾ കാണുന്നത്, ഞാനടക്കം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതല്ല, കാരണം വലുപ്പല്ല. എഴുത്തിലോ പ്രസംഗത്തിലോ പെരുമാറ്റത്തിലോ സംഭാവനയിലോ വ്യക്തിത്വത്തിലോ ഒന്നും വലിപ്പല്ല. ഒക്കെ ചെറിയ ആളുകൾ. നിങ്ങൾ വൈസ് ചാൻസലർ ആയിരിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഒറ്റ വാക്കിൽ എങ്ങനെ വലിപ്പം കുറഞ്ഞെന്ന് ഞാൻ കാണിക്കാം, എങ്ങനെ ലില്ലിപുട്ടാവുന്നതെന്ന് ഞാൻ കാണിക്കാം. 1935 ഇന്ന് കേരളം എന്ന് പറഞ്ഞ പ്രദേശത്ത് ആദ്യമായിട്ടൊരു യൂണിവേഴ്സിറ്റി വരുന്നത്, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി. അതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് ഒരാളെ ക്ഷണിക്കണം. അന്ന് തിരുവിതാംകൂറിലെ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ ക്ഷണിച്ചാരെന്നറിയാം? ആൽബർട്ട് ഐൻസ്റ്റൈനെയാണ്. അങ്ങനെയുണ്ട്. വൈസ് ചാൻസലർ പദവിയുടെ വലിപ്പം ഈ പറഞ്ഞ. ഇത് കഴിഞ്ഞ് EMS 57 ഭരിക്കുമ്പോൾ 56 വന്നപ്പോ യൂണിവേഴ്സിറ്റിയുടെ പേര് കേരള യൂണിവേഴ്സിറ്റി എന്നായി. ഞാൻ അതിൽ പ്രീഡിവാസായ ആളാണ്, കേരള യൂണിവേഴ്സിറ്റി. EMS അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം സെക്രട്ടറിയോട് പറഞ്ഞു, എനിക്ക് അന്നൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു വൈസ് ചാൻസലർ ഉണ്ട്, ജോൺ മത്തായിയ, വൈസ് ചാൻസലർ ഒന്ന് കാണേണ്ടിയിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഉടനെ വൈസ് ചാൻസലർ സെക്രട്ടറിയെ വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു മീറ്റിംഗ് പങ്കെടുക്കാണ്, മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് വന്ന പാട് VC-യോട് സെക്രട്ടറി പറഞ്ഞു, ഇങ്ങനെ CM-ന്റെ ഓഫീസിൽ വിളിച്ചിരുന്നു. അപ്പോൾ ഉടനെ അദ്ദേഹം EMS-നെ വിളിച്ചു. മറ്റേ ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് വരേണ്ടത്? ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഞാൻ അങ്ങോട്ട് വരാം. അതെന്താ? മുഖ്യമന്ത്രിയെ കാണാൻ VC വരാൻ പാടില്ല. ഇപ്പോഴാണെങ്കിലും EMS-ന്റെ സമയം ചോദിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് പോയി കണ്ടു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 26 കൊല്ലം അധ്യാപകനായിരുന്നു ഞാൻ. അവിടുത്തെ എനിക്കറിയുന്ന ഒരു വൈസ് ചാൻസലർ, കോഴിക്കോട്ടെ ഒരു MP-യുടെ ഓഫീസിലെ ടെലിഫോൺ ഓപ്പറേറ്റർ പയ്യനുണ്ട്, അവൻ ഫോൺ ചെയ്താൽ എണീറ്റ് നാ മറുപടി പറയാ. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു വൈസ് ചാൻസലർ അന്നത്തെ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്തയച്ചതിൽ വാക്യത്തെറ്റും വ്യാകരണത്തെറ്റും അക്ഷരത്തെറ്റും ഉണ്ടായിരുന്നു. അത് പത്രത്തിൽ വന്നു. ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല വൈസ് ചാൻസലർക്ക്. കുട്ടികളായിരല്ല പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ജീർണത, ഇതിന്റെ അപജയം വന്നതിന്റെ ഈ ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി. വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു വിദ്യാർത്ഥി ആരാണ്? പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം, ഒരു ഇംഗ്ലീഷിൽ സമർപ്പിച്ച PhD തീസിസിൽ ചങ്ങമ്പുഴയുടെ വാഴക്കൊല എഴുതുന്നതിന് പകരം വൈലോപ്പിയുടെ വാഴക്കൊല എന്ന് എഴുതി. വാഴക്കൊല അറിയപ്പെടുന്നില്ല. പോട്ടെ, ഞാൻ പറഞ്ഞത് 3 എക്സാമിനേഴ്സ് അത് വായിച്ചിരിക്കണം കേട്ടോ. ഇവിടെ നാട്ടിലെ നിയമം പറഞ്ഞേ. പിന്നെ അതിനൊരു ഓപ്പൺ ഡിഫൻസ് ഉണ്ട്, അന്ന് ആർക്കും ചോദ്യം ചോദിക്കാം. ഒക്കെ പോട്ടെ, ഇതിന്റെ ഗൈഡ് ആദ്യം വായിക്കണ്ടേ? ആ ഗൈഡ് വായിച്ചില്ല എന്ന് ഉറപ്പാണല്ലോ. ഗൈഡും വായിച്ചിട്ടില്ല, 3 എക്സാമിനേഴ്സും വായിച്ചിട്ടില്ല, ഓപ്പൺ ഡിഫൻസിൽ ആരും കണ്ടില്ല. ഇതെല്ലാം കണ്ട് ഈ വാർത്ത പുറത്തു വരുന്നു. എന്നിട്ട് ആ എഴുതിയ ആള് ചെയ്തത് ചങ്ങമ്പുഴയുടെ മകള് ലളിതയെ പോയി കണ്ട് സോറി പറഞ്ഞു. എങ്ങനെയുണ്ട്?
ചെങ്ങമ്മയുടെ മകൾക്ക് എന്തായാലും റോള് ഒരു റോളില്ല, ഒരു റോള്. അത് തിരുത്തല്ല ചെയ്തു. അല്ല, അല്ല. ചെങ്ങമ്മയുടെ മകളെ കണ്ട് സോറി പറയാ. ഇത് വിചിത്രമല്ല ഈ നാട്ടിലെ കാര്യങ്ങൾ. അത് ലില്ലിപ്പുട്ട് ഞാൻ പറഞ്ഞത്. ലില്ലിപ്പുട്ടിയന്മാര് ആര്? ഞാൻ അടക്കമുള്ള മലയാളികൾ, ഈ തേജസ് ബ്രഹ്മണ്ണ അടക്കം. കാരണം നമ്മുടെ മന്ത്രിമാര്, നമ്മുടെ VC-മാര്, നമ്മുടെ പ്രൊഫസർമാര്, നമ്മുടെ ഗവേഷകന്മാര്, ഇപ്പൊ PhD കിട്ടിയ ഒരാളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ആ വകയിൽ ബഹുമാനം ഉണ്ടോ? ഒന്നുമില്ല. ഉണ്ടോ? സത്യം പറഞ്ഞു, ഒന്നുമില്ല. ഇതിങ്ങനെയാണെന്നല്ലേ ഇപ്പൊ മനസ്സിലാവുന്നത്. അപ്പൊ ആർക്കാ PhD ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഒരിക്കലും എന്റെ കോളേജ് കാണാത്തതിന് കൊടുക്കുന്ന എന്റെ പേരിന് മുമ്പിൽ ഒരിക്കലും ഞാനത് എഴുതിയിട്ടില്ല. അത് ആരെഴുതിയാൽ ഞാൻ പറയും, ഞാൻ അറിയുന്നതാണ് ഞാൻ പറയും, നിങ്ങൾ ദയവേത് അത് ഉപയോഗിക്കരുത്, നോട്ടീസ് പറയാൻ എന്റെ പേര് വെക്കരുത്. പിന്നെ ചാനൽ അവർ പറയും എനിക്കും ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ അതിൽ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ മകളായ ഒരു ആങ്കർ ഉണ്ട്. അവൾക്ക് ഒരിക്കലും ഞാനൊരു മെസ്സേജ് അയച്ചു, കൈൻഡ്ലി അവോയ്ഡ് ദാറ്റ് ഡോക്ടർ ഫ്രം മൈ നെയിം. അവളത് മറന്നുപോയി. അവള് പിന്നെയും അത് പറയൂലേ, ശീലമായി. അതെ 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 അതെ. എന്തൊരു മാനക്കട. അല്ല, അത് പുറത്തു വരേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാവരോടും പറയും അതാണ് ഇത് മാനക്കേടാണ്. അല്ലെങ്കിൽ മാനക്കേടാണെന്ന്. ഉദ്യോഗക്കയറ്റം കിട്ടാൻ വേണ്ടി ഒരു പരീക്ഷ പാസ്സായി. അപ്പൊ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് BA പാസ്സായ BA നോക്കും പേരിന്റെ, പിന്നെ MA നോക്കും, പിന്നെ PhD നോക്കും. ഞാൻ അത് ഒരിക്കലും വെച്ചിട്ടില്ല. ഞാൻ BA പാസ്സാകുമ്പോഴേക്കാൾ BA എഴുതുന്ന കാലം. MA പാസ്സായപ്പോൾ അത് കുറച്ചുകൂടെ അന്തസ്സാ. ഞാൻ MA പാസ്സായി, BA പാസ്സായി, MA പാസ്സായി, MPhil പാസ്സായി, PhD എടുത്തു. ഇതൊന്നും അതിൽ വെക്കേണ്ട ആവശ്യമില്ല. എന്റെ പേര് ഞാൻ എഴുതുന്ന ഒരു പേരുണ്ടാവും മതി നോട്ടീസിലോ. അതിൽ വ്യത്യാസമുണ്ട് മാഷെ. മാഷക്ക് MN കാരശ്ശേരി എന്ന് അറിഞ്ഞാൽ ഐഡന്റിറ്റി ആണത്. ഇവർക്കൊക്കെ പുതിയ ആൾക്കല്ല. അവർക്ക് അത് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ഐഡന്റിറ്റി കിട്ടാനാണ് ഉദ്ദേശിച്ചത്? അല്ല, ഞങ്ങൾ അറിയില്ലേ, ഇവിടെ വന്ന് ചോദിച്ചാൽ മതി കാരശ്ശേരി മാഷ അതാണ്. അല്ല, അതല്ല മറ്റേത് അടുത്ത പറമ്പ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഡോക്ടർ എന്ന് വെച്ചോണ്ട് നിങ്ങൾ പ്രശ്നമാവും. ഒന്നും ആവില്ല, ഒന്നും ആവില്ല. എന്താ പോകേണ്ട കാര്യം? ഏതായാലും മാഷ് ഇത്രയും പറഞ്ഞത് തന്നെയുണ്ട് 10 കൊല്ലത്തേക്ക് എൻ്റെ തലയിൽ. കൂടുതലൊന്നും പറയണ്ട. അത് ചിന്തിക്കാനും പ്രേക്ഷകർക്കും ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം എന്തായിരുന്നാലും ഞങ്ങളോട് ഈ കുറേ അറിവുകൾ പങ്കുവച്ചതിനും തുറന്ന് സംസാരിച്ചതിനും, നമ്മൾ വന്നതിന് അതിനാണ് മാഷയുടെ തുറന്ന് സംസാരം. എല്ലാ ഈ തുറന്നല്ല സംസാരിച്ചത് എന്താ കാര്യമില്ല. ഈ മൂടിപ്പിടിച്ച് ഒരാളെ പേടിച്ച് ഒരാളെ വിധേയനായിട്ട് പക്ഷെ അങ്ങനെയാണ് തൊമ്മി സ്വഭാവം കൊണ്ട്. സക്കറിയുടെ കഥയുണ്ടല്ലോ, വിധേയൻ എന്നുള്ള സിനിമയിലെ തൊമ്മി. ആ തൊമ്മികളാണ് ഞാൻ കാണുന്ന മിക്ക ആളുകൾ. അപ്പൊ ആ തൊമ്മിത്തരം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലര് മാത്രം തൊമ്മിത്തരം കൊണ്ട് ഒരു കാര്യം, ഒരു നേട്ടമില്ല. അവനവനുള്ള കാര്യം ഉണ്ടായി പറയാൻ പറ്റില്ല. വളരെ സന്തോഷം. സന്തോഷം. വീണ്ടും നമുക്ക് കാണാം. ആയിക്കോട്ടെ.